അരമണിക്കൂറുണ്ട് ഹോട്ടലിലേക്ക്. അവിടെ പോവും, നമ്മൾ ഡ്രസ്സ് മാറും, പിന്നെ താജ്മഹൽ. ഓരോ സ്ഥലങ്ങൾ കാണാം. മൂക്കൊക്കെ ചുമന്നുണ്ട്. ഇപ്പില്ല, നേരത്തെ രാവിലെ ചുമന്ന് കാറ്റടിച്ചപ്പോ. ഞങ്ങൾ ബസ് പുറപ്പെട്ടു. ഇനി അരമണിക്കൂറിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ഇബ്രാമി അവിടെ എത്തുന്നത് 1 മണിയാകുമ്പോഴേക്ക് ഫ്രഷായി ഇറങ്ങും. നമുക്ക് കുറച്ച് ഡൽഹി കാണാൻ കഴിയും. റൂമിലല്ല ഹോട്ടലിലെത്തി ഗൈസ്. ഹോട്ടൽ കാണിച്ചു ഇത് വെറുതെ ഗൈസ്. ഹോട്ടലിലെത്തി ഗൈസ്. ഇതാണ് ഹോട്ടൽ. സൈഡ് തായോ നമ്മുടെ ഹോട്ടൽ ഇതാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. പയ്യെ കൊണ്ടുപോകുന്നതായിരിക്കും. പയ്യെ കൊണ്ടുപോകും. എല്ലാരും പെട്ടെടുത്ത് ഞാൻ പെട്ടെടുത്തു. ഇത് ആകാശിന്റെ റൂം. ഇവിടെ റൂം കൊണ്ടുവന്ന സമയമല്ല, 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിൽ റെഡി ആവണം. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വ്യൂ ഒന്നുമില്ല, ബസ് ഉണ്ട് താഴെ. ഇതാണ് ഞങ്ങൾ വന്ന ബസ് ഗൈസ്. പുറത്തേക്ക് വലിയ വ്യൂ ഒന്നുമില്ല. ടി വി ഒക്കെ ഉണ്ട്, കസേര ഉണ്ട് 2 ബാത്റൂം വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇതാണ് ബാത്റൂം. ഞാൻ എല്ലാം കാണിച്ചു തന്നെ. ഇനി വരുന്നവർക്ക് വെക്കാം. ഞങ്ങൾ ലേ പാരഡൈസിനെ സമീപിച്ചത്. ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ പോകണം. കുളമായി വെച്ചു. എല്ലാവരും ഇവിടെ റെഡിയാവാണ്. എന്റെ റൂമിലോട്ട് ഞാൻ കയറി ട്രസ് പാസ്. ഹായ് ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ലേ പാരഡൈസിന്റെ മെയിൻ പ്രത്യേക. അതിരാമി ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അവിടെ ഫസ്റ്റ് എത്തിയത് ആരും വന്നിട്ടില്ല. അതില് അതാ ഐശുവിന് മാച്ച് ആയിട്ട് ഒരാള്. ചൂടുള്ളുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് തുറന്നാൽ മതി. വന്നില്ല ഗൈസ്, ഞങ്ങൾ മാത്രം. 1:39 അല്ല ഇതേപോലെ തന്നെ മുണ്ടൊക്കെ സാറ് മുണ്ട് സെറ്റൊക്കെ. സമയത്തിനൊക്കെ വന്നു.
ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇറങ്ങി പക്ഷെ നല്ല തണുപ്പാണ്. പുറത്തിറങ്ങി നല്ല തണുപ്പാണ് ഗൈസ്. നല്ല തണുപ്പെന്ന് പറഞ്ഞ പോരാ, AC ഒക്കെ ഒരു നമ്മള് AC കയറിയ പോലത്തെ തണുപ്പാണ്. കാണിച്ചു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് എല്ലാരും മുഖത്തുണ്ടാച്ചത് കഴിക്കാണ്. ഫുഡ് എങ്ങനെ കൊള്ളാവോ? സ്റ്റൈലേ ഇഷ്ടമായി. വീട്ടിലെ ഊണ് തുടങ്ങി. സാർ പിന്നെയും ചായ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഇനി നമ്മൾ താജ്മഹലിൽ പോകുന്നു ഗൈസ്. ബസ്സിലെത്തി ഗൈസ്. ബസ്സിലെത്തി. നല്ല സുഖവും സന്തോഷവും ഉണ്ട് ഇപ്പൊ നിലവിൽ. ഇനി താജ്മഹൽ പോയിട്ട് ബാക്കി. ഹായ് ഗൈസ്, നമ്മളിപ്പോ എങ്ങോട്ടാ? അറിഞ്ഞോ വണ്ടി ചേരുന്നു. വണ്ടി ഇറങ്ങി പോയതിനിടിച്ച് നല്ല പറയും. എടി മണ്ടി അവിടെ കുത്തി ആളുകളൊക്കെ കൂടി വണ്ടി വീണു കൂടി. നമ്മളൊക്കെ പറഞ്ഞ് നീച്ചു കൊടുക്കേണ്ടി പൊക്കെ. നല്ല തുടക്കം. ഞങ്ങൾ ബസ് മാറാൻ പോവാണ്. ഈ ബസ് ഞങ്ങൾ കൊണ്ട് തള്ളിയിട്ട് അവിടെ വണ്ടിയൊക്കെ ഇടിച്ച് കടപട കൊണ്ട് തള്ളിയിട്ട് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവാണ് ഞങ്ങൾ. പുതിയ ബസ് അങ്ങനെ കിടക്കും. ഞങ്ങൾ വേറെ ബസ്സിൽ കയറി. അതാണ് നമ്മളെ പഴയ ബസ്. ഉണ്ടിൽ വീണ വണ്ടി. ഇവിടെ എല്ലാവരും നമ്മളുണ്ടാക്കി ഞങ്ങൾ നടക്കുകയാണ് ഗൈസ്. കുറച്ച് ദൂരം നടക്കണമെന്നായിട്ട് താജ്മഹലിലേക്ക് ഞങ്ങളെല്ലാവരും നടക്കുകയാണ് ഗൈസ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഹായ് ഗൈസ്. നമ്മളിപ്പോ പോകുന്നത് റെഡ് ഫോർട്ടിലേക്ക് താജ്മഹലിലേക്കാ പോണേ. റെഡ് ഫോർട്ടോ നാളെ അരുൺ മാത്രം നമ്മൾ കൂട്ടിയില്ല. ബാത്റൂം ഉണ്ടോ? ഇതൊക്കെ വ്ലോഗായിട്ട് ഇടുന്ന നിന്നെ സമ്മതിക്കണം. ഞാനിടും. നിങ്ങളൊക്കെ കാണാനുള്ളൂ. എന്നെ കാര് കാണാനോ? അകത്ത് വെയിറ്റ് ചെയ്യണ സുമേ സാറേ ഇതിന് വിലയില്ലേ? കയ്യിൽ പഞ്ചറായി. ഇതൊക്കെ അവിടെ നമുക്ക് ചിക്കൻ കഴിഞ്ഞ് വന്നു ഗൈസ്. ഒരു ബാഗ് കത്തിച്ചല്ല. മറ്റേരും വന്നിട്ടില്ല. അത് ബാഗുള്ളവർക്കാ. ചിക്കൻ ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കിടക്കുന്നുണ്ട്. എന്താ നന്നായി തപ്പുന്നുണ്ട് ഗൈസ്. എന്താ തടുക്കുണ്ടോ? അധികം ഹുഡിയൊന്നും ഇടാതെ സെറ്റ് ആവത്തില്ല അങ്ങോട്ട്. ഇതൊക്കെ വലിച്ചു പിടിച്ചിട്ടാണ്. നടക്കാനുണ്ട്.
അത് നന്നായി അൻഷിപ്പേ. ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിലെത്താറുണ്ട്. അവിടെ നമുക്ക് ചെറുതായി താജ്മഹൽ കാണാം. ഗൈസ്, ഞങ്ങൾ താജ്മഹൽ എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇത് കൂടെ ഉലാത്തുകയാണ്. ഇവിടുത്തെ സ്ഥലങ്ങൾ. ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കട്ടെ. നമ്മളിതിൻ്റെ ഫ്രണ്ടിലെത്തി. Hundred of photos. Couple can take hundreds of photos. There are so many good angles. एक फोटो दे देना 30 रुपीस में. क्या ഞങ്ങളൊരു അത്യാവശ്യ കാര്യത്തിന് ഇത് നല്ല കാര്യമല്ലേ നമ്മൾ ഫോട്ടോ എടുത്താടി പട്ടി. Let's take a selfie. Let's take a selfie. അതിന്റെ ബാക്കിൽ നമുക്ക് താജ്മഹൽ പണിയുന്നു രണ്ടുപേരും. Hi guys, this is Vignesh. ഹായ് ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫുൾ അപ്ഡേറ്റ്സും ഷബ്ന തരുന്നതായിരിക്കും. അതെ അതെ. ടൂർ ഗൈഡ് പറഞ്ഞ അകത്ത് കയറാൻ 250 രൂപയാണ്. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് പോയില്ല. ടൂർ ഗൈഡ് പറഞ്ഞ അകത്ത് കയറാൻ 250 രൂപയാണ്. അതുകൊണ്ട് ഞങ്ങൾ അകത്ത് പോയില്ല. എന്താണ് ഹിന്ദിക്കാരനായോ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഓടി വരൂ, ചാടി വരൂ. ബാബാ ആരൊക്കെ എടുക്കുന്നതെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇത് കൂടെ ഒക്കെ നടക്കാണ്. സമയം ഇപ്പോൾ 6 മണിയായി. നമ്മൾ ഗംഗേന്റെ ഗംഗേന്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. ഇവർക്ക് ഗംഗയൊന്നും അറിയില്ല. ഗംഗയുടെ സൈഡിൽ കൂടെ ഗംഗ ഇത് ഭാരതപ്പുഴയാണ്. മിസ് പറയുന്നത് പുഴയാണ്. മിസ് പറയും. അയ്യോ, അവര് വിളിച്ചപ്പോ കാണിക്കായിരുന്നു, വീഡിയോ കോൾ വിളിച്ചപ്പോ. മഞ്ചേരി മിസ്സും പറഞ്ഞേട്ടാ. മഞ്ചേരി മിസ്സും അമൃത മിസ്സും ഇപ്പൊ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അതെ, കാണിക്കാം. സ്പോണിങ് ഗൈസ്. ഒരു സ്പോണി, 2 സ്പോണി, ഒരു സ്പോണിനെ പറഞ്ഞിട്ടുണ്ട്. സ്പോണി 2. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകണം. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഞങ്ങൾ പോവാണ്. ഇതാണ് മുംതാസ്. മോഡേൺ മുംതാസ്. എന്തൊരു ചൂടാ. അയ്യോ, ഓ ചൂടെടുക്കണം. കട്ട് ചെയ്യണം. എല്ലാം കട്ട് ചെയ്യാം. അമ്മായി ഒരു ഹെൽപ്പ്. തണുപ്പാണ്. ഇപ്പൊ ശരിക്കും കളാനെടുത്ത് പൊട്ടിപ്പോയി ഗൈസ്. സ്വാഗതം സാധനം പൊട്ടിച്ചു. ഇവളല്ലേ ഇവിടെ
We have lot of flavor. എന്തൊക്കെയാ കഴിക്കുന്നുണ്ട് ഗൈസ്? ഏതോ ഒരു കടയിൽ കയറി നമ്മളെ കുമ്പളാകാൻ മുട്ടായിന് ഒരു പേര് പറഞ്ഞ പറ്റിക്കില്ല. പറ്റിപ്പ് പറ്റിപ്പ്. പൊക്കോ. ഞാൻ ആ ബോർഡ് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എല്ലാരും പൊട്ടിക്കാൻ ഡാഡി അകത്ത് പോവാ. This one 100, take. Which flavor? Different. This is 250. This is different here. This is very nice. See. Wow. No, really. No same quality. Different. See. ഓടി കയറിക്ക് എങ്ങോട്ടോ. छोटा वाला चाहिए वो जो बाहर रहता है. Quality 1 month, 2 month. ഹലോ मध्य पान प्राप्त One flavor. हाथ के अंदर होता है. ഞങ്ങൾ ഈ കടയിലെ കൂടെ ഒക്കെ നടക്കുകയാണ് ഗൈസ്. ഈ വഴിയിൽ അവിടെ ഇവിടെ കടയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുക്കൂടെ കൂടെ ഒക്കെ നടക്കുകയാണ് ഗൈസ്. ഇവിടെ 50 രൂപയ്ക്കൊക്കെയാണ് കാപ്പി. ആ ഗ്ലാസ് ആണെങ്കിൽ കണ്ടാലും മതി. ചുമട്ട് ഗ്ലാസ് 50 രൂപയ്ക്ക് കാപ്പി. പുക മയാണ് ഇവിടെ എല്ലാവരും. പുക നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് കാണിക്കണേ. എവിടെ നമ്മുടെ കൂടെ വന്നൊരു ഒരെണ്ണം മതി എന്ന് പറയാം. കൊള്ളാം. രസമുണ്ടോ? രസമുണ്ട്. ഇല്ല ബ്ലോക്ക്. ആ കാണുന്നുണ്ട്. ചെറുതായിട്ട് കാണുന്നുള്ളൂ. എന്റെ ആകാശം ഒന്ന് എടുക്കു വേഗം. കുഴപ്പമില്ല. എരിവുണ്ടോ? ചൂടുണ്ടോ? ചൂടുണ്ടോ? പപ്സാണോ? കോഫി കുടിക്കാൻ കയറി. 50 രൂപയുടെ കോഫി. ഇതെന്താ? ഇത് മാത്രമേ ഇവിടെ കണ്ടിക്കുള്ളൂ നാട്ടിലത്തെ. ഇതൊക്കെ എന്തത്? എന്തെല്ലാമോ സാധനങ്ങൾ അവിടെ ഉള്ളു. ഫെറാറോഷറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ സ്വീറ്റ്സ് ആണ്. ഇതാണ് കട. ആ അവരൊക്കെ അപ്പുറത്തെ കടയിലാണ്. ഞങ്ങൾ ഈ കടയിൽ. ആ ഇങ്ങനെ രസമുണ്ട്. ഇതാണ് കോഫി. 50 രൂപയുടെ കോഫിയാണ് ഗൈസ്. ഞങ്ങൾ ചൂടുള്ളതോ കഴിക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചാണ്. ചോക്ലേറ്റ് ഇങ്ങോട്ടേക്ക് മോമോസ്. ഞങ്ങളേതോ കടയിൽ കയറി മാഗി കഴിക്കാൻ വേണ്ടി. മാഗി ആൻഡ് മോമോസ്. ഇതോ കട. ചിക്കൻ കൊടുക്കില്ല. കൊള്ളാം ഗൈസ്. കൊള്ളാടി. വെള്ളം കുടിക്കാൻ പോയതാ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. കൊള്ളാം. മാഗി വന്നു ഗൈസ്. മാഗി വന്നു. നിനക്ക് ഇഷ്ടമില്ലാതെ ഞങ്ങൾക്ക് ആദ്യം കഴിച്ചപ്പോൾ മനസ്സിലായി. ഈ പേര് കേട്ടപ്പോൾ മനസ്സിലായി. മോമോസും കഴിച്ച് മാഗിയും കഴിച്ച്. സത്യം എല്ലാരും പുറത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. കുനിച്ചൊക്കെ നിൽക്കണം. അതിന് വയ്യ. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ പിന്നെ ഇവരെയൊക്കെ കണ്ടുമുട്ടി. ഇപ്പൊ നമ്മൾ എവിടെയോ വന്നിരിക്കുന്നുണ്ട്. ആ അതെ ചായ വടയും
അയ്യോ ഞങ്ങൾ വെറുതെ തുള്ളി വന്നപ്പോഴത്തേക്ക് സ്ഥലമെത്തി. അപ്പൊ ഞങ്ങൾ പാപ്പം തിന്നാൻ പോവാ ഞങ്ങള്. ഫുഡ് കഴിക്കാൻ പോണു guys. പാപ്പം ഞാൻ രാവിലെ വന്ന സ്ഥലം തന്നെയാന്ന് തോന്നുന്നു. അതന്നെ രാവിലെ ഈ കുണ്ടിലോട്ടാണ് ഞങ്ങളുടെ ഈ കുണ്ടിലാണ് ഗൈസ് വണ്ടി വീണ്. കുണ്ടിലോട്ടാണ് ഞങ്ങളുടെ വണ്ടി വീണത്. വണ്ടി വീണ കുണ്ട്. ഇതാണ് നമ്മളെ സ്ഥലം. ഫുഡ് കഴിക്കാൻ പോകണം ഗൈസ്. ഫുഡ് കഴിക്കേണ്ട സ്ഥലം. ചൂട് ഫ്രൈഡ് റൈസ്. ചിക്കൻ ഇല്ലേ? ചിക്കൻ ഉണ്ട് തോന്നുന്നു. ഗൈസ് ഇതാണ് ഇന്നത്തെ ഫുഡ്. ഫ്രൈഡ് റൈസും ചിക്കൻ. പിന്നെ ഒരു ഗ്ലാസ് പായസം ഉണ്ട്. ചില്ലി ചിക്കൻ ആൻഡ് ഫ്രൈഡ് റൈസ്. ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓ അല്ല ആന്റി കാണുമല്ലോ. അമ്മേ മോൻ ഇവിടെ ഉണ്ട്. ആന്റി നിന്നോടാ ആന്റി കാണുമല്ലോ. കഴിച്ചു കഴിച്ചു. ഹായ് ഗൈസ്, ഞങ്ങൾ രാത്രി ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ കിലോമീറ്റർ ലെഫ്റ്റ് ഓർ റൈറ്റ് ഇറങ്ങോ ഇറങ്ങിക്കോ. ഇവിടെ ഒരു കല്യാണ പാർട്ടി നടക്കണം. കളിക്കടാ. കാണില്ല. അവിടെ എന്തെല്ലോ പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. ചായ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാണ്. ചായ കിട്ടിയില്ല. എന്താ ലൈറ്റ്? ചായ കിട്ടിയില്ല. ബാക്കി രണ്ടോ മേലോട്ട് വിടും. മേലോട്ട് ചായ കിട്ടി. ചായ ഇവിടെ ഫുൾ മഞ്ഞാണ്. മഞ്ഞാണ് ഗൈസ്. കോടയാണ്. കോട. ഓഹോ താഴ്വരയിൽ ഓഹോ ഓഹോ താഴ്വര. ഓഹോ എന്നെ കാണാൻ ക്യൂട്ട്. അയ്യോ ആകാശം എനിക്ക് കമ്പനിക്ക് ആളെ കിട്ടി. ബാക്കിലൊക്കെ മഞ്ഞാണ്. കോടയാണ്. ഒന്നും കാണാനില്ല. ഈ ഊട്ടിയിലൊക്കെ മുമ്പ് കാണില്ലേ ബസ്സുകാർ ഇങ്ങനെ ഒന്നൂടെ പറയൂ വിഘ്നേഷ്. പറയൂ ഒന്നൂടെ പറയൂ. എന്താണ് പറയാനുള്ളത്? ഭയങ്കര തണുപ്പാണ്. ഇവിടുത്തെ ആളുകൾക്ക് ഇതൊന്നും ഏൽക്കുന്നില്ല തോന്നുന്നു. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കണം. നോക്കൂ, കണ്ണുപോലും കാണാനല്ലേ. പക്ഷെ നമ്മളെ പിള്ളേരുണ്ട്. പാർവതിക്ക് എന്താണ്? ബൈക്കിലൊക്കെ പോകുന്ന ക്രിസ്റ്റിക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു വെതറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സൂപ്പർ. അയ്യോ, അത് ഒരു വ്യത്യസ്തമായ ഒരു മറുപടി ആയിരുന്നു. ഷാദിക്കോ? അടിപൊളിയാണ്.
എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അതെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ വ്ലോഗിൽ വെച്ച്. അടിയില്ലാത്ത കുട്ടീന്റെ കഥ Please come, hurry up.